ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ചേച്ചി അളിയനും നമ്മുടെ പീക്കിനും കൂടിയിട്ട് ദുബായിക്ക് വരുന്നുണ്ട് പറഞ്ഞു, അബുദാബിക്ക് ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കേട്ട പാടിൻ്റെ ഡ്രസ്സൊക്കെ മാറി എല്ലാം റെഡി ആയിട്ട് നിന്നു. അപ്പോൾ അവരിപ്പോൾ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴേക്ക് പോവുകയാണ്. ഔട്ട്ഫിറ്റ് ഞാൻ ലിഫ്റ്റ് കയറിയിട്ട് കാണിച്ചു തരാം. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഡയറക്റ്റ്. എന്നിട്ട് നമ്മൾ അവിടേക്ക് പോകണുള്ളൂ. എല്ലാവരും ഉണ്ട്, കണ്ട നോക്കൂ അശ്വച്ചേ. ഹായ് ഹായ് ചക്രാവ എവിടെ? ചക്രാവ ഹായ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നേരെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടേക്ക് പോകുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാൻ മിററില്ലാത്ത കാരണം കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ടാങ്ക് ടോപ്പും പിന്നെ ഒരു ജീൻസും ആണ്. ഇത് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഹാക്ക് വെച്ചിട്ട്. അപ്പം ഇനിയിപ്പോൾ കൈ കഴുകി ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഹോട്ടലിൽ എത്തി നമ്മൾ. മട്ടൻ ബിരിയാണി, മിക്സഡ് ചിക്കൻ ഫ്രൈഡ് റൈസ്, മാന്, പപ്പടം, വെള്ളയപ്പം എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഞാൻ ചെയ്യുന്നത്. എല്ലാം മനസ്സിലായോ ചേച്ചിയെ? ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന പ്ലേസ് ബ്ലൂ മൗണ്ടൻ ആയിരുന്നു. നല്ല ഫുഡ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമായി. ആദ്യക്കുട്ടിന്റെ ഫുഡ് ഇഷ്ടപ്പെട്ടാ? റേഡൻ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടാ? ആ, ഇഷ്ടമായി അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. 10:45 ഇപ്പോൾ ടൈം. ഇനി നമുക്കറിയില്ല ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷെ ഞാൻ മാക്സിമം കവർ ചെയ്യാം കേട്ടോ. ഒരു വാക്ക് പറഞ്ഞിരുന്നു ഞാൻ അവിടെ നിന്ന് പറഞ്ഞെടുത്ത് വന്നിരുന്നു. എടുത്ത് വെച്ച് വീട്ടിൽ മാത്രം വെക്കാൻ. നാളെ മെൻഷൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കോണിമ്പല്ല ചിരികൾ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യൂട്ടോ. നിർത്തി ഇതാ വരണു. ഇലക്ഷനായിട്ട് കമ്മ്യൂണിസ്റ്റ് തീയൊക്കെ ഉണ്ട് കണ്ട, അവർക്കറിയാം. ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാരും നിൽക്കുന്നു. നമ്മളെല്ലാരും അങ്ങോട്ട് പോകുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും പോയി നോക്കാം. ക്ലോസ് ആവുന്ന എത്ര മണിക്കാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത്ര ടൈമിനുള്ളിൽ ക്ലോസ് ആവുന്ന അങ്ങനെ എന്തോ ഉണ്ട്. കാറ്റുണ്ട്. ഞാനാണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള നല്ല തണുപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതാണ് നമ്മുടെ എൻട്രൻസ് കേട്ടോ, ഗ്ലോബൽ വില്ലേജ്. നമ്മൾ ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിൽ എത്തിയിട്ടാ. ഇനി ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കുറേ കുട്ടികൾക്ക് നടക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഉള്ളത് കേട്ടോ. നടക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഇൻഫോർമേഷൻ അനുസരിച്ചിട്ടാണ് വെച്ചെങ്കിൽ ഗ്ലോബൽ വില്ലേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ രാജ്യത്തിനും കൺട്രീനും ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട് കാണിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയുടെ ആണെച്ചെങ്കിൽ ഇന്ത്യൻ ചാറ്റ് ബസാർ, അങ്ങനെ ഓരോന്നും ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണ ഒരു എല്ലാം കൂട്ടിയിട്ടുള്ളൊരു പ്ലേസാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് ഇനി പോണ വഴിക്ക് കാണാൻ പറ്റും. ഓരോ കൺട്രിയുടെയും ഓരോന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാട്ടോ. ഇത് നമ്മുടെ ഇന്ത്യയുടെയാണ്. നേരത്തെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ. ഇനി ഖത്തറിൻ്റെ കാണിച്ചു തരാം, ഇറാൻ്റെ കാണിച്ചു തരാം. ഓക്കെ കേട്ടോ, ഖത്തറിൻ്റെ. ഇത് ഇറാൻ കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ. മൊറോക്കോ, ഈജിപ്ത്, യമൻ, കുവൈത്തൊക്കെ പറഞ്ഞു. അത് കൂടെ നമ്മൾ കറങ്ങി വരുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാട്ടോ. ഇപ്പം ഞാനിപ്പോൾ നമ്മൾ പോണ സ്ഥലത്തൊക്കെ ഒന്ന് കാണിച്ചു തരേ. എല്ലാം കാണിച്ചു തരാം. എല്ലാം കുറച്ച് ഫുഡിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊക്കെ ഫുഡിൻ്റെ ഐറ്റംസ് ആണ്. ഫുഡിൻ്റെ ഐറ്റംസ് ഇങ്ങനെ ഓരോരോ ഇന്നത്തെ ഫുഡാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആഫ്രിക്ക ഇതാണ് കേട്ടോ. നമുക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. നമ്മൾ ആ പ്രോഗ്രാം നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. റഷ്യ, യൂറോപ്പ്, അമേരിക്കൻ, കൊറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് പ്രോഗ്രാം നടക്കണ സ്റ്റേജ്. നമ്മളിതിൽ കയറി നോക്കേണ്ട ഐറ്റംസ് ഒക്കെ നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. ഓക്കെ, ക്ലിപ്പ് നല്ല ഭംഗിയുണ്ടല്ലോ. റോസാപ്പൂ ക്ലിപ്പുകൾ. ചക്രാവ എവിടെ പോയി? റോസാപ്പൂ മാലതരം കിഡ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്. ഇതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് റൈഡ്സില്. അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ. അഡ്വഞ്ചേഴ്സ് ഇഷ്ടമാണ്. ഈ സാധനമൊക്കെ
ഇപ്പൊ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട് അവര്. അതാണ് ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ ഓരോ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വരികയാണ്. നല്ല സൂപ്പർ റൈഡ് അല്ലേ ഗൈസ്? ഓംബോ ഓ ഫുള്ള് 360 ഡിഗ്രി. ഇതിവിടെ കാണുമ്പോ ചക്രയുടെ റിയാക്ഷൻ ഇങ്ങനെയാണ്. അമ്പോ പൊള്ളി. ഇതുപോലെ തന്നെ കേട്ടോ ഓരോന്നും. അതിൽ പോയിട്ടുണ്ട് ലാൽട്ടൻ തോന്നുന്നു എനിക്ക്. ഇത് നല്ലതാണേ. ഇങ്ങനത്തെ ഓരോ പാവകൾ നമ്മൾക്ക് ഇങ്ങനെ കളിച്ചാൽ കിട്ടൂട്ടാ. ഗെയിമിങ് ഏരിയ ആണ് കേട്ടോ. മറ്റേ 1 to win അങ്ങനത്തെ ഫുൾ ഗെയിമിങ് ഏരിയസ് ആണ് ഈ സെക്ഷനിലുള്ളത്. ചക്രാവേ നീ ആ കൂട്ടിൽ എടുക്കണോ? അടുത്ത നീയുണ്ടാവും. ഇട അവരെ നിലത്തേക്കിട്. ഇത് മേലേക്ക് പോണോ? വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ല. അതൊക്കെ ഒരു കൊട്ടയിലാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത്. അത്ര ചിലവാക്കിയിട്ടുണ്ടാവും. പക്ഷെ ചിലവർക്ക് ഭയങ്കര സ്കിൽസ് ഉണ്ടാവില്ല അതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു ലോഡായിട്ടാണ് കൊണ്ടുപോകുന്നത്. കാണുമ്പോൾ ഒരു ഭംഗിയാണ്. ഗെയിം ഏരിയാസൊക്കെ ക്ലോസ് ചെയ്ത് അവസാനിപ്പിച്ചു കൂട്ടാ. ലേറ്റ് ആയല്ലോ. ഇനി നമ്മൾ മറ്റേ സൈഡ് കൂടി പോയി നോക്കി നോക്കാം എന്തായിരുന്നു. അത് വായ തുറന്ന് കടിക്ക്, എന്നിട്ട് ഫൂഫൂന്നാക്ക്. തുറക്കാം, എന്നാലല്ലേ എല്ലാം പൊട്ടുള്ളൂ. ചക്രയുടെ കട പ്രേതം പോലെ ഉണ്ട്. കുഴപ്പമില്ല. കഴിഞ്ഞു പൊക്കോളം ഇട്ടോണ്ടിരിക്ക. നല്ല ടേസ്റ്റ് ഉണ്ട്. കുത്ത് ആന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ മറ്റൊരു പഫ്കിൻ ഇല്ലേ, അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ായിട്ട് വന്ന കാരണം നമുക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വരുന്നവർ മാക്സിമം നേരത്തെ വരാൻ ശ്രമിക്കുക. നമ്മളെ പോലെ ലേറ്റ് ആവരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ നേരത്തെ വരാം. അപ്പോൾ എല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ചിൽ വിത്ത് ജിൽ ജിൽ. ബൈ ബൈ. ബൈ.